റേഷൻ കട സെഞ്ചിയാണ് നമ്മുടെ ഓണക്കിറ്റ് സെഞ്ചിയാണ്. അതാണ് മീൻ എടുക്കാൻ വേണ്ടി കൊണ്ടുവന്നത്. വയറ് സാധനം മോനെ, സീന് സീന്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ വീണ്ടും സ്നേക്കഡ് ഫിഷിങ്ങിന് വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പൊ ഷോർട്സ് ഒക്കെ കിട്ടുന്നുണ്ടായിരുന്നു, ഫുൾ വീഡിയോ കിട്ടുന്നുണ്ടായിരുന്നില്ല കേട്ടാ. അപ്പൊ എന്തായാലും ഇന്നൊരു ഫുൾ വീഡിയോ ഒപ്പിക്കണം എന്നുള്ളൊരു മൈൻഡിൽ വന്നിരിക്കുകയാണ്. എന്തായാലും അവിടെ ഇവിടെയും ചെറുമീനുകളുടെ ആക്ടിവിറ്റി ഒക്കെ ഉണ്ട്. തവള കൊണ്ട് വിളിക്കി വരുന്നത് കാണാൻ നല്ല ചന്തമുണ്ട്. ഒരു സൈഡിൽ വലിക്കുകയാണെങ്കിൽ കുറഞ്ഞത് ഒരു 10-30 തവണെങ്കിലും വലിച്ചാലേ അവിടെ നിന്ന് മീൻ വരുള്ളൂ കേട്ടോ. എറിഞ്ഞെറിഞ്ഞ് മനുഷ്യൻ്റെ ഉപ്പാടളകും. അടി സൗണ്ട് കേട്ടാ, സൗണ്ട് കേട്ടോ, വെട്ടുന്ന സൗണ്ട്. നമ്മുടെ റൈറ്റ് സൈഡിൽ നിന്ന് മീൻ വെട്ടുന്ന സൗണ്ട് കേട്ടോ കേട്ടോ. വെട്ടുന്ന മീൻസ് ബൈറ്റ് എടുക്കുന്ന സൗണ്ട് കേട്ടിട്ടുണ്ട്. എന്തായാലും ഇവിടെ ഒരു 4 ഏറും കൂടി ഇറങ്ങിട്ട് അങ്ങോട്ട് പോവാം. നമ്മളെ പ്രതീക്ഷ ഫുള്ള് ഈ കണ്ടത്തിലല്ല, വേറെ കണ്ടമുണ്ട്, അവിടെയാണ് നമ്മുടെ പ്രതീക്ഷ. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് എന്താണ് അവസ്ഥ എന്ന് നോക്കാം. ഇതാ ആറ്റുനോറ്റ് ഇറങ്ങിയതാണ്. എന്നിട്ട് ഇതേ മഴ വരുന്ന എല്ലാ ലക്ഷണങ്ങളും ഉണ്ട്. മഴ വന്നാൽ പെടും നമ്മള്, കാരണം എവിടെയും കയറി നിൽക്കാൻ ഒരു വഴിയില്ല. മഴ വന്നു മഴ വന്നു മഴ പാറി. ഇപ്പൊ ഓടി കയറി നനയണതിന് മുന്നേ എവിടെയെങ്കിലും കയറി നിൽക്കുക. പെയ്യുമ്പോ അങ്ങോട്ട് പോവാ, അതാ ഷെഡിൽ പോയി നിൽക്കുക. നടക്കണ വഴി ഭയങ്കര ടാസ്ക്കാണ്, കാരണം ഈ കണ്ടത്തിൽ എത്ര ആളുണ്ടെന്നൊന്നും അറിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പണ്ടത്തെ വരമ്പിൽ കൂടിയാണ്, അതിൻ്റെ മുകളിൽ കൂടി മാടൊക്കെ മേഞ്ഞ് ചളുക്കോ പുളുക്കോ ഒന്ന് ചതുപുതെന്നായിരിക്കണം. കാല് വെച്ച് മുട്ടിൻ്റെ അതുവരെ താഴ്ന്നു പോയിട്ടുണ്ട് കേട്ടോ. അടി മീന് മോനെ, മീന്. എവിടെ കിട്ടി എവിടെ പോയി. അങ്ങനെയാണ് മീനെടുക്കുന്ന സമയങ്ങളിൽ എൻ്റെ ലീലാവിലാസങ്ങൾ. കുറേ തവണ വലിക്കണം, എന്നാലേ ഒന്നും തൊടുള്ളൂ. കുറേ പൊടിമീനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കുന്നുണ്ട് കേട്ടാ. ഇഷ്ടം പോലെ പരലാണ്, നല്ല കുഞ്ഞി പരല്, ചെറുതത്. ഫിഷോ ഫയറ് സാധനം മോനെ, സീന് സീന്. കവറില കണ്ടിട്ട് അല്ലെങ്കിൽ മീൻ വിട്ടു. ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന റോഡും റീൽ ഏതാണെന്ന് ചോദിച്ചവരുണ്ട്, അവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പം നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് നോമാഡ്കാസ്റ്റ് V2 Pro ആണ്. അതുപോലെ തന്നെ റീൽ എന്ന് വെച്ചാൽ ഡൈവ പ്രീഡ് 150 ആണ് കേട്ടോ. അപ്പം എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് ഈ റോഡ് റീൽ നമുക്ക് തരുന്നത്. ഇപ്പം അടിച്ച മീനൊന്ന് കാണിച്ചു തരാം, ഒരു മിനിറ്റ്. ഇതണ്ട, അടിപൊളിയായില്ലേ, സെറ്റ്. എന്തായാലും ഒരെണ്ണം മിസ്സായ ശേഷം കയറിയതാണെങ്കിലും കിലുക്കി. ഞാൻ ഇവിടെ മീനുകൾ മറിയുണ്ട്, നമുക്ക് വീണ്ടും അറിയാം. ഒരു കാര്യം പറയാൻ വിട്ടുപോയി. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ മീനെ പിടിച്ചിട്ട്, ഇതുപോലത്തെ ഒരു മീനെ പിടിച്ചിട്ട് നാടനാന്ന് പറഞ്ഞപ്പോൾ കുറേ ആൾക്കാർ പറഞ്ഞു നാടനല്ല എന്ന് പറഞ്ഞു. പിന്നെ വിയറ്റ്നാമാണോ എന്ന് ചോദിച്ചപ്പോൾ വിയറ്റ്നാമും അല്ല എന്ന് പറഞ്ഞു. ഒടുക്കം പറഞ്ഞത് എന്താന്ന് വെച്ചാൽ വിയറ്റ്നാമിനും നാടനും ഉണ്ടായ ഒരു സാധനമാണ് ഇത് എന്നാണ് പറഞ്ഞത് കേട്ടാ. അപ്പൊ എന്തായാലും എന്താണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയണമെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യും. എന്തായാലും സീന് സാധനം.
നമ്മുടെ കുറച്ച് നേരമായി ഒരു മീൻ കിടന്ന് മറിയുണ്ട്. അതിനെ ടാർഗറ്റ് ചെയ്യണം നമ്മുടെ ഇപ്പോഴത്തെ പരിപാടി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്താ മീനുകളാണ് അതേ നിൽക്കുന്നത്. അയ്യേ അപ്പുറത്തായിരുന്നു. അതാണ് അവൻ്റെ താവളം. അവിടെ പോയാൽ അതിൻ്റെ ഇടയിൽ നിൽക്കാൻ പറ്റും നോക്കട്ടെ. പിന്നെ ഒരു ഉപകാരമുള്ള കാര്യം, എന്നെക്കൊണ്ട് എനിക്ക് തന്നെ മതിപ്പുള്ളൊരു കാര്യം ഞാൻ പറയാം. ഞാൻ വെയിറ്റ് ഇല്ലാത്തത് കൊണ്ടും ആളില്ലാത്തത് കൊണ്ട് ഏത് ചണ്ടിന്റെ മുകളിൽ കൂടെ വേണമെങ്കിലും വന്ന് നിൽക്കുക. ഷഫാസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മുങ്ങിയിട്ടുണ്ടാവും വെള്ളത്തിലൂടെ. ഓ അപ്പൊ അടി വാ വാ വാ. കിട്ടി കിട്ടി. ഉഷാറ് മോനെ. ജങ്കാന്നോടെ ഇന്നത്തെ രണ്ടാമത്തെ മീനെ. അടി സെറ്റ്. മോനെ ആയിരുന്നു കുറെ നേരം അവിടെ കിടന്ന് നമുക്കിട്ട് പണി തന്നുകൊണ്ടിരുന്നത്. വാ അയ്യാണ്ടായിട്ടാ എപ്പോ വന്നാന്നറിയോ. അയ്യോ ചോരൊക്കെ ഒഴുകണ്. അമ്മാതെ ഹുക്കപ്പാൻ അണ്ണാക്ക് പൊളിഞ്ഞു പോകുന്നുണ്ട്. ഇത് നോക്ക് ചോര ഒഴുകണ്. അയ്യോ ഹുക്കപ്പിൽ ചോര മയമാണെന്ന് നമ്മളുടെ പരിപാടി. നമ്മൾ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് സ്കൂബി എന്ന് പറയുന്ന ഫ്രോഗാണ്. ഇത് യൂസ് ചെയ്യാനൊരു കാരണം കൂടി ഉണ്ട്. നമ്മുടെ ഫോളോവേഴ്സ് ചേച്ചി സ്കൂബി ഒന്ന് യൂസ് ചെയ്യോ, റിസൾട്ട് ഒന്ന് പറയോ എന്നും ചോദിച്ചിട്ട് നിറയെ കമൻസും മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പേരിലാണ് നമ്മൾ ഈ ഫ്രോഗ് യൂസ് ചെയ്തത് കേട്ടോ. എന്നാലും കുഴപ്പമില്ല, കൊള്ളാം. അപ്പോൾ അങ്ങനെ രാവിലത്തെ നമ്മൾ കുറച്ച് മുന്നേ കിട്ടിയ ഒരെണ്ണം പ്ലസ് ഇത് ഒരെണ്ണം, പിന്നെ അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു ഇത് അടിച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ കാണിച്ചിട്ടില്ല, വീഡിയോ എടുത്തിട്ടില്ല. സോ അതിൻ്റെ ഒന്ന് അങ്ങനെ. ഇപ്പം നമുക്ക് നിലവിൽ 3 ഉണ്ട് കേട്ടോ. നിലവിൽ ഇതിൽ നിന്ന് 3 കിട്ടിയിരിക്കുന്നത്. അയ്യോ ഇത് അറ്റിച്ചു പോകാൻ ചാൻസ് ഉണ്ടോ? ഒരു മിനിറ്റ്. സെഞ്ചി റേഷൻ കട സെഞ്ചിയാണ്, നമ്മുടെ ഓണക്കിറ്റ് കിട്ടിയ സെഞ്ചിയാണ്. അതാണ് മീൻ എടുക്കാൻ വേണ്ടി കൊണ്ടുവന്നത്. നോക്കുമ്പോ അമ്പാനെ തുന്നല് പോയിന്ന് വെച്ചാൽ മൊത്തം മീനും വെള്ളത്തിൽ പോവല്ലോ. എന്നാലും ഇവിടെ ഇരിക്കട്ടെ, തൂക്കിയിട്ട് നടക്കണം, ഇവിടെ ഇരിക്കട്ടെ. സ്നേക്ക് ഹെഡിനെ ആയിക്കോട്ടെ, അതുപോലെ തന്നെ ക്യാറ്റ് ഫിഷിന് 7 കിലോന്റെ ക്യാറ്റ് ഫിഷിനൊക്കെ പിടിച്ചില്ല. ഒക്കെ ഈ റോഡിൽ റീലാണ് കേട്ടോ. എന്തായാലും നല്ല ഉഷാറ് സാധനമാണ്, കുഴപ്പമില്ല, അടിപൊളിയാണ്. അൽഹംദുലില്ലാഹ്. പ്രോബ്ലം ഒന്നും ഇതിൻ്റെ ഇടയിൽ വന്നിട്ടില്ല. അതിൻ്റെ ഇടയിൽ എൻ്റെ നോബ് ഒരിക്കൽ പോയി. പക്ഷെ ഞാൻ മേടിച്ച ടാക്കിൾ ടിപ്സ് ആയതുകൊണ്ട് അവർ വിളിച്ച് പറഞ്ഞു. അപ്പോൾ അവരെനിക്ക് വീണ്ടും നോബ് സെറ്റ് ചെയ്ത് തന്നു. സോ അതുകൊണ്ട് നമുക്ക് ഫിഷിങ് നടക്കുന്നുണ്ട്. എൻ്റെ ഇടയിൽ കൂടെ ആരോ വിളിക്കുന്നുണ്ട്. ആരാണോ നോക്കട്ടെ. ഈ വീഡിയോ എടുക്കുമ്പോൾ ആരും വിളിച്ചാൽ എവിടെ നിന്നില്ലാത്ത കലി വരും. ഓ അതെ മീൻ. ഹലോ എന്താ പൊന്നാ, എന്താണ് വേം പറ. ആ പോണം, മാറും വെക്കി. നീ വെക്കി, മീൻ അടിക്കുമ്പം വെറുതെ മീൻ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉമ്മയും ശരി മകളെയും ശരി വിളിച്ച് ശല്യം ചെയ്ത് ശരിയാവില്ല. ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിടണം ഫിഷിങ്ങിന് വരുന്ന സമയത്ത്. അത് അപ്പുറം പോയി. എനിക്ക് ഇപ്പുറത്തേക്കായിരുന്നു വേണ്ടത്, ശരിയാക്കാം. അപ്പോൾ അവിടെ നമുക്ക് നേരത്തെ അടിച്ചത് ഈ കോർണറിലായിരുന്നു. പക്ഷെ അതിൻ്റെ അപ്പുറത്തെ കോർണറിൽ ഇനിയിപ്പം മീനുണ്ട്. ഈ വരാൻ പോകുന്ന കോർണറിൽ മീനുണ്ട്. അവിടെ മീനുണ്ട് കേട്ടോ. ശരിക്കും അവിടെ കയറി നിൽക്കുകയാണ് തോന്നുന്നുണ്ട്. അപ്പം തന്നെ ആക്ടിവിറ്റി കണ്ടിട്ടുണ്ടായിരുന്നു. കണ്ടങ്ങളൊക്കെ നല്ല രീതിക്ക് മലമ്പാമ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും ധൈര്യത്തിൽ വന്ന് നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പകൽ സമയമാണ്. പിന്നെ വന്നിട്ട് കൂടെ വേറെ ആൾക്കാരൊക്കെ ഉണ്ട് എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് ഇങ്ങനെ വന്ന് നിൽക്കുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ വന്ന് നിൽക്കില്ല ഒറ്റയ്ക്കൊന്നും.
അതിൻ്റെ വായ്ക്ക് പറ്റിയ ഇരയായിട്ട് ഞാൻ മാറൂല ഞാൻ തനിച്ചൊക്കെ വന്നാൽ. ഇവിടെ അടുപ്പിച്ചൊരു 10 ഏറ് നമുക്ക് എറിയാം കേട്ടോ. ഇനി 10 ഏറ് ടാർഗറ്റാണ്. ഈ ഒരു സ്പോട്ടിൽ മീനുണ്ട്, നമ്മൊരു 10 ഏറ് എറിയും. എടുക്കുകയാണെങ്കിൽ അങ്ങനെ, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ സ്പോട്ടിൽ ചെയ്യും. അപ്പോൾ അതേ ആദ്യത്തെ കാസ്റ്റ് ചെയ്തിട്ട് റിട്രീവലാണ് നിങ്ങളിപ്പോൾ കാണുന്നത് കേട്ടോ. ഇനി ഫൈനൽ 10ാമത്തെ ഏറാണ്. ഇതിൽ വന്ന് അടിച്ചെടുക്ക് അല്ലെങ്കിൽ പോവാം. അപ്പോൾ അതെ 10. അപ്പം ബാക്കിയുള്ളവർ ആരാന്ന് വെച്ചാൽ നമ്മുടെ ഫ്രോഗിന് വന്ന് എടുത്തോളൂ. വന്ന് എടുക്കും, ഓടി വന്നെടുക്കും. അപ്പോൾ യോഗമില്ല, 10 ഏറ് കറക്റ്റ് എറിഞ്ഞു, ഒന്നും അടിച്ചില്ല. നമുക്ക് വേറെ സ്പോട്ടിൽ പോകാം. നമ്മുടെ ഇന്നത്തെ ചൂണ്ടിൽ കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ട്. നമുക്കപ്പോൾ ആകെ ഒന്ന് കിട്ടിയത് 3 മീനാണ് കേട്ടോ. സോറി 3. അതിൽ ഒരെണ്ണത്തിൻ്റെ വീഡിയോ കിട്ടിയിട്ടില്ല, ചെറുതായതുകൊണ്ട് എടുത്തില്ല. പിന്നെ ബാക്കി 2 വീഡിയോ നമ്മുടെ ഉണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയ മീൻ. ഇത് രണ്ടും കൂടി നമുക്കൊന്ന് തൂക്കി നോക്കട്ടെ, എത്ര ഉണ്ടാവും നോക്കാം. ഓ ജാങ്കോ ഒന്ന് ഒതുങ്ങ്. ഇത് നമുക്ക് 2ാമത് അടിച്ച മീനാണ്. ആദ്യം അടിച്ച മീനാണ് ഇത്തിരി സൈസുള്ള മീൻ കേട്ടോ. പക്ഷേ ഇതിൻ്റെ ഫിന്ന് ഒരു രക്ഷയില്ല. നോക്കി കളർ നോക്കി, ഗ്രീൻ കളർ കണ്ട, നല്ല ഗ്രീൻ ആയിട്ടായിരുന്നു. നല്ല രസമുണ്ട് കാണാൻ. മീൻ മൊത്തത്തിൽ കാണാൻ നല്ലൊരു ചന്തമുണ്ട് കേട്ടോ. ഫുൾ ബോഡി നല്ല കളർഫുള്ളായിട്ടുണ്ട്. നമുക്കിന്ന് ആദ്യം കിട്ടിയ മീൻ, ഓക്കെ, ആദ്യം കിട്ടിയ മീൻ. ഇനി ഒരു ചെറുതടിച്ച് പോരല്ലേ, ആ ചെറുതാണ് അത് കേട്ടോ. ഇതൊക്കെ 3 കൂടിയിട്ട് നമുക്ക് തൂക്കി വെക്കാം. ഇതിങ്ങനെ കവറിൽ. അങ്ങനെ നമുക്ക് ഇന്നത്തെ നമ്മുടെ സമ്പാദ്യം ഒന്ന് തൂക്കി നോക്കാം. 1,700, 1.25 കിലോനേ ഉള്ളൂ. 2 കിലോ തേച്ചിട്ടുണ്ടെങ്കിൽ ഒരു 600 റുപ്യെങ്കിലും കിട്ടും. ഇതാകെ എങ്ങനെ പോയാലും ഇപ്പോൾ ഇവിടുത്തെ ആൾക്കാർ വാങ്ങുന്ന വിലക്കൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1,300 അല്ലേ, 1,700 പറയുമ്പോൾ 400, 200, 600 രൂപ. 2 കിലോ ഉണ്ടെങ്കിൽ 800 രൂപ കിട്ടും. അത് വിട്ട് നോക്കുമ്പോൾ എങ്ങനെ നോക്കിയാലും ഒരു 500, 550 ഇവർ ചവിട്ടി താഴ്ത്തണ്ടാണ്. പിന്നെ ഇത് മാത്രമല്ല നമ്മുടെ അടുത്ത് മീനുള്ളത്. ഇനിയും ചൊടിയന്മാർ പിടിച്ച് ടാങ്കിലുണ്ട്, അതും കൂടി കാണിച്ചു തരാം. എന്നിട്ട് ആദ്യത്തെ ചൊടിയന്മാരിന് ഇതിൽ ആക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഇതിനൊക്കെ കൂടി അത് സെറ്റാക്കണം. ഇത് നോക്ക് അതെ ചൊടീൻ്റെ പരാക്രമമാണ് നിങ്ങൾ കാണുന്നത്. നോക്ക്, കണ്ട അവൻ കവർ കടിച്ചിട്ട് വിടുന്നില്ലതാ. ഞാൻ വെച്ചിരിക്കുന്നല്ലേ, അതെ ചൊടിയൻ കടിച്ച് പിടിച്ചിരിക്കണം. നോക്ക്, അവൻ എന്ത് ചെയ്യേണ്ടത് നിങ്ങൾ പറ. നോക്ക്, വിട്ടറാ. ടാങ്കിലുള്ള മീനെ കാണിച്ചു തരാ. നീയോ നോക്ക്, നീയോ ഈശി എന്താണ്ട ഒരു മൈൻഡില്ലാത്ത. നോക്കടോ ഇങ്ങോട്ടോ. എന്താണ് നാറിന നിനക്ക് തന്നെ നോക്ക്. എന്താ ഒരു മൈൻഡില്ലാത്ത നീയോ വരുന്നില്ല, എന്നെ മൈൻഡിലൊക്കെ. ഞാൻ ചേറ് ചൂരടിച്ചിട്ട് അവൻ ഓടുകയാണ്, അല്ലെങ്കിൽ മീനിൻ്റെ ചൂരയാണെന്നൊക്കെ പൂച്ചയുടെ താഴെ വരികയാണ് ചെയ്യാറ് സാധാരണ. ഇനിയിപ്പോൾ ഇത് ടാങ്ക് ഒന്ന് ക്ലീൻ ആക്കണം, കാരണം വെള്ളം ഒരുമാതിരി അലമ്പ് വെള്ളവും. അപ്പോൾ എന്തായാലും അതിനെയും പിടിച്ച് ഇതിലിട്ടിട്ട് നമുക്ക് ടാങ്കിൽ പുതിയ വെള്ളം ഒഴിക്കണം. ടാങ്കല്ല, ഡ്രം ഇട്ടാ. ഞങ്ങളുടെ വെള്ളം പിടിക്കുന്ന ഡ്രമ്മാണ്. അപ്പോൾ നമുക്ക് മീൻ വളർത്താൻ ടാങ്ക് ഇല്ലാത്തതിൻ്റെ പേരിൽ നമ്മൾ ഡ്രമ്മിലേക്കാണ് എടുത്തിട്ടിരിക്കുന്നത്. യൂറേക്ക കുറച്ചൊക്കെ പോയി. ബൈറ്റായി ഇട്ട് കൊടുത്ത കരിപ്പൊടി ഒക്കെ അവസ്ഥ നോക്കുന്നത്. അവിടെ പോയി എത്തി മീനുകൾ. അയ്യോ, ഇതിന് തിന്നാൻ വേണ്ടി കുറച്ച് കരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് അവിടെ എത്തി. അപ്പോൾ ഇതിന് മുമ്പ് കിട്ടിയ 2 ചൊടിയന്മാരുണ്ട്. ഇവന്റെ തൂക്കം നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇവന് കറക്റ്റ് 1.50 ഉണ്ടായിരുന്നു. ഇത് നാടനാണ്. നമ്മള് കഴിഞ്ഞ ദിവസം വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നാടനല്ല എന്നും പറഞ്ഞ് വാദിച്ച ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരു മിനിറ്റ് ഒന്നും നിൽക്കുന്നു, ഒരു മിനിറ്റ് നിന്നൊന്ന്. എന്താ അരച്ചാൻ വെള്ളത്തിൽ 1000 പേരെ പറ്റിക്കാൻ കഴിവുള്ള വിരുദ്ധനാണ് അവൻ. രക്ഷയില്ലാത്തവരാണ്, പിടിച്ച് അമർത്താനും പറ്റില്ല, കത്തി പോകും. അപ്പോൾ കഴിഞ്ഞ ഷോർട്സിൽ, ലാസ്റ്റ് ഇട്ട ഷോർട്സിൽ ഇവൻ നാടനല്ല, ഇതിന് യെല്ലോ കളർ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. പേഴ്സണലായിട്ട് മെസ്സേജസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ്. ഇത് കണ്ട നല്ല സൈഡ് ഫുള്ള് ഇവിടെ നിങ്ങളുടെ ഫുള്ള് യെല്ലോ കളറാണ്. ഇവിടെ എത്തുമ്പോഴാണ് വൈറ്റ് കളറായിരിക്കുന്നത്. കണ്ട, അയ്യോ
അതിൻ്റെ വേസ്റ്റൊക്കെ വരണം. പാവം ചാടി ചാടി മതിയോ അവിടെ ഇരിക്കട്ടെ. നമുക്ക് വേഗം ടാങ്കിൽ വെള്ളമാക്കിയിട്ട് ഇതുകൊണ്ട് ഫുള്ള് ടാങ്കിലേക്ക് വിടാം. അടിച്ച് തെറിപ്പിക്കണം അങ്ങോട്ട്. അപ്പോൾ എന്തായാലും ഈ ടാങ്കിൽ തന്നെ ഇത് ഇട്ടാൽ ശരിയാവില്ല. നമുക്ക് ഇതിന് വേണ്ടി ഒരു പുതിയ ടാങ്കൊക്കെ പണിയണം, ടാങ്കൊക്കെ സെറ്റ് ആക്കണം. അപ്പോൾ അതിൻ്റെ വീടൊക്കെ പിന്നാലെ വരും. പിന്നെ മീൻ കൊടുക്കുന്നുണ്ടെന്ന് കേട്ടായിരിക്കും. മീൻ ആവശ്യക്കാരിലേക്ക് കൊടുക്കും. കിലോ ഒരു 400 രൂപയ്ക്ക് കിട്ടുകയാണെങ്കിലാണ് നമ്മൾ സാധാരണ കൊടുക്കുക. അപ്പോൾ ആലത്തൂരുള്ളവരുണ്ടെങ്കിൽ പറയുകയാണെങ്കിൽ നമ്മൾ തരും, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എന്തായാലും നമുക്ക് വരുന്ന ഈ ടാങ്കിൽ ഇടുക. അപ്പോൾ അടുത്ത വീട്ടിൽ കാണുന്നവരെ ടാറ്റാ.